കൊല്ലം പുനലൂരിൽ സംശയരോഗത്തെ തുടർന്ന് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി ഭർത്താവ്. കൊലപാതക വിവരം ഫേസ്ബുക്ക് ലൈവിലൂടെ ലോകത്തെ അറിയിച്ചതും പ്രതിയായ ഭർത്താവ് ഐസക് തന്നെ. അതിനുശേഷം പോലീസിലെത്തി കീഴടങ്ങി. കലയനാട് ചെരുവിള പുത്തൻവീട്ടിൽ ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. കുടുംബ തർക്കമാണ് അരും കൊലപാതകത്തിന്റെ പ്രകോപനം. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നളഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഐസക് എത്തിയത് പുനലൂരിലെ ഈ പോലീസ് സ്റ്റേഷനിലേക്കാണ്. താൻ ഭാര്യയെ കൊലപ്പെടുത്തിയെന്ന യാതൊരു കൂസലുമില്ലാതെ ഐസക് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. വിശ്വസിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ കൂട്ടാക്കിയില്ല. തെളിവിനായി ഐസക് ചില ദൃശ്യങ്ങൾ കാണിച്ചു. ഇത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഞെട്ടി. അപ്പോഴാണ് ശാലിനി കൊല്ലപ്പെട്ട വിവരം പോലീസ് ഉദ്യോഗസ്ഥർ പോലും മനസ്സിലാക്കുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ശാലിനിയും ഐസക്കും ഏറെ നാളായി പിരിഞ്ഞു കഴിയുകയായിരുന്നു. ഐസക്കും ശാലിനിയും താമസിച്ചിരുന്ന വീടാണിത്. ഐസക്കിന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ വന്നതോടെയാണ് ശാലിനി ഈ വീട് വിട്ട് അമ്മയുടെ അടുത്തേക്ക് പോകുന്നത്. പക്ഷേ ഭർത്താവിനോടും മക്കളോടുമുള്ള സ്നേഹം കാരണം രാവിലെ എന്നും ഈ വീട്ടിലെത്തി അവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുമായിരുന്നു. ഇന്നും അതുപോലെത്തിയതാണ് ശാലിനി. ആഹാരവും വീട്ടിലെ കാര്യങ്ങളും ചെയ്യുന്നതിനിടയിൽ കരുതിക്കൂട്ടിയിരുന്ന ഐസക് ശാലിനിയെ കൊലപ്പെടുത്തുകയായിരുന്നു. ഇന്ന് രാവിലെ 6 മണിയോടെയായിരുന്നു കൊലപാതകം. ചോറ് വെച്ചിട്ട് അമ്മച്ചി ഞാൻ ഇച്ചിരി ചമ്മന്തിപ്പൊടി അവിടെ ഇരിപ്പുണ്ട് എടുത്തുണ്ട്. അപ്പം മൂത്തോൻ അവിടെ ഉണ്ട്. ഇപ്പം എത്താൻ ആ സമയമാകുമ്പം പോവും. മൂത്തോൻ പറയും അങ്ങനെ ചെന്നതാ. എന്തോ എനിക്കറിയാം. ഈ അടുത്ത വീട്ടുകാരെന്നെ വിളിക്കുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കുഞ്ഞ് രക്തത്തിനകത്ത് ഇങ്ങനെ കിടക്കണം. എൻ്റെ കാലും കൈയെല്ലാം ബ്ലഡാ. ഇങ്ങനെ കിടപ്പുണ്ട്. പെടലി കണ്ണ് രണ്ടും അടഞ്ഞിരിപ്പുണ്ട്. മൂക്കിൽ കൂടെ വായിക്കൂടെ ബ്ലഡ് വന്ന് കെട്ടിയിരിപ്പുണ്ട്. എൻ്റെ കുഞ്ഞ് കണ്ണടഞ്ഞു കിടക്കുന്നു. പൊന്നേ, കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ചായിരുന്നു ഐസക് ശാലിനിയെ കൊലപ്പെടുത്തിയത്. നിലവിളി കെട്ട് ഓടിക്കൂടിയവർ പോലും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു. ചേച്ചിയുടെ ഒരു അലർച്ച കേട്ടോണ്ട് എഴുന്നേക്കുന്നേ. ചേച്ചിയുടെ ആദ്യം അലർച്ച കേട്ട, പിന്നെ ചെറുക്ക അലർന്നതാ കേട്ടത്. ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേന് കമന്ന് കിടക്കുമായിരുന്നു. എന്നിട്ട് അയാൾ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോഴത്തേന് കയറി അങ്ങ് പോയി. നമുക്ക് എന്ത് ചെയ്യണമെന്നില്ലാതെ പകച്ചു പോയ ഒരിതായിരുന്നു. അമ്മയെ അച്ഛൻ കൊലപ്പെടുത്തുമ്പോൾ മക്കൾ ഇതൊന്നും അറിയാതെ ആ വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. കുടുംബബന്ധത്തിലെ പ്രശ്നങ്ങൾ ശാലിനിയെയും ഐസക്കിനെയും തമ്മിൽ ഏറെ അകറ്റി. പലപ്പോഴും അത് കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചെങ്കിലും എങ്ങും എത്തിയില്ല. ആ ബന്ധം അങ്ങനെ വേർപിരിയുന്ന ഘട്ടമെത്തി. ഒടുവിൽ മർദ്ദനം തുടർന്ന ഐസക്കിനെ സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വീട് വിട്ടിറങ്ങി അമ്മയടക്കം താമസിക്കുന്ന വീട്ടിലേക്കുള്ള ഈ കൂടുമാറ്റം. പക്ഷേ അവിടെയും അവൾക്ക് നീതി കിട്ടിയില്ല, ജീവിക്കാനുള്ള അവകാശവും. ശാലിനിയുടെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൊലപാതകങ്ങളെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമുള്ള ഒരു സാധാരണ നാട്ടിൻപുറമാണിത്. ഇന്ന് ഈ നാട് ഉണർന്നത് ശാലിനിയുടെ ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്ത കേട്ടാണ്. ഇന്നും ആ നാട്ടുകാർക്ക് ശാലിനിയുടെ കൊലപാതകം വിശ്വസിക്കാനേ കഴിയുന്നില്ല. കാരണം ശാലിനി അവർക്കൊക്കെ അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. പുനലൂരിൽ നിന്ന് ക്യാമറാമാൻ അരുണസാറിനൊപ്പം അരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.